നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിൽ നടനും മുൻ MP-യുമായ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പൂർത്തിയായിട്ടും കുറ്റപത്രം നൽകുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്ന കാരണം മുന്നോട്ട് വയ്ക്കുകയാണ് പോലീസ്. സുരേഷ് ഗോപിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ ചോദ്യം ചെയ്ത് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. തുടരന്വേഷണത്തിൽ പുതിയതായി കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത നടപടിയാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കുറ്റപത്രം 2 ആഴ്ച കൂടി കഴിഞ്ഞ് കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം. മാധ്യമപ്രവർത്തകയെ സ്പർശിച്ചത് മനഃപൂർവ്വമാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തലിനെ തുടർന്നാണ് മാനഭംഗപ്പെടുത്തമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള 354 വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയത്. നേരത്തെ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയിൽ 354A ഉപവകുപ്പുകളായി 1, 4 എന്നിങ്ങനെയാണ് ചുമത്തിയിരുന്നത്. സുരേഷ് ഗോപി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും 6 പേരിൽ നിന്നും മൊഴിയെടുത്തു. കുറ്റപത്രം നൽകാൻ ഒരുങ്ങിയെങ്കിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കുറ്റപത്ര സമർപ്പണം വൈകുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുമുണ്ട്. അന്വേഷണം തുടരണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്നാൽ ഈ കുറ്റപത്രം വൈകിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മങ്ങൽ ഏൽപ്പിക്കുമോ എന്നും വ്യക്തമല്ല. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്താൽ അറസ്റ്റ് ചെയ്യാമെന്ന ആശങ്ക നിലനിൽക്കെയാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. കുറ്റപത്രം നൽകുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപന സമയത്ത് കേസ് സജീവമായി നിലനിർത്താൻ പോലീസിൽ സമ്മർദ്ദമുണ്ടെന്നാണ് BJP നേതാക്കളുടെ ആരോപണം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്കായി ചുവരെഴുത്ത് തകൃതിയായി നടക്കുകയാണ്. BJP പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ നടനായി പ്രചാരണം തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് മത്സരിക്കണമെന്ന അഭ്യൂഹം ശക്തമാണ്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ 3ാം അംഗത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വക റോഡ് ഷോയും ഉണ്ടാകും. ശക്തന്റെ മണ്ണിലെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും. സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയ വിവാദവുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയമായ പ്രശസ്തി കൂട്ടുമെന്നുറപ്പ്. മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും. ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം. ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടും എന്നാണ് സൂചന. നേരത്തെ തൃശൂരിൽ അമിത്ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത്. സുരേഷ് ഗോപിക്ക് BJP നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അമിത്ഷായുടെ വേദിയിലെ ഇടപെടലുകൾ. തൃശൂരിൽ സുരേഷ് ഗോപിയാകും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു. മോദിയുടെ വരവ് പ്രചാരണത്തിന് മുൻപുള്ള ഔദ്യോഗിക തുടക്കമായി മാറും. മോദിയും സുരേഷ് ഗോപിയും തന്നെയാകും പ്രധാന ആകർഷണങ്ങൾ. കൊച്ചിയിൽ റോഡിലൂടെ നടന്ന മോദിയെ തൃശൂരിൽ സുരക്ഷാ സേന അതിന് അനുവദിക്കുമോ എന്നതാണ് നിർണായകം. അങ്ങനെ നടന്നാൽ മോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്.